ഒരു സിനിമയുടെ കണ്ടന്റ് കണ്ട് 100% സാറ്റിസ്ഫാക്ഷൻ തോന്നിയതും ഒരു പ്രതികൂല സാഹചര്യത്തിൽ റിലീസായിട്ട് കൂടി അത് ബ്ലോക്ക് ബസ്റ്റർ ആവുന്നത് കണ്ട് അത്ഭുതപ്പെട്ടതും അങ്ങനെ ആ സിനിമയെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആക്കുന്നതിൽ ഒരു 100 രൂപ ഷെയർ എന്റെ വകയും ഇട്ടതിൽ എനിക്ക് കുറ്റബോധം തോന്നിയതുമായ ഒരു സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. ബട്ട് വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കെതിരായി ആ സിനിമ നിർമ്മിച്ച ആളുകളോ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ച തിയേറ്ററുകാരോ ഒന്നും ചെയ്തിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രേക്ഷകർ അത് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ല. എനിവേസ് ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. നമ്മൾ സിനിമയിലേക്ക് വന്നാൽ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം മലയാളത്തിലേക്ക് എത്തുന്നത്. അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. 80കളിലും 90കളിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഇഷ്ടംപോലെ വന്നിരുന്നെങ്കിലും 2000-ന് ശേഷം, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ 2010-ന് ശേഷം ആ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ മുഴുവനായും അന്യം നിന്നുപോയി എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ ഏതെങ്കിലും വിട്ടുപോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ആ ഒരു സോണിൽ ഈ ഒരൊറ്റ സിനിമ മാത്രമേ ഉള്ളൂ. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ യൂണിക്നെസ്സും. ഒരുപക്ഷെ അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ഇവിടെ ഉദിച്ചു വന്ന താരങ്ങളായ ദുൽഖർ സൽമാൻ, നിവിൻ പോളി മുതൽ വേറെ ആരെ എടുത്താലും അതുപോലുള്ള ശക്തമായ വേഷങ്ങൾ ഷോൾഡർ ചെയ്യാനുള്ള എബിലിറ്റി ആരും കാണിച്ചിട്ടില്ലാത്തത് കൊണ്ടാവാം. തന്റെ 24ാമത്തെ വയസ്സിൽ തന്നെ വാസ്തവം എന്ന മൂവി ചെയ്ത പൃഥ്വിരാജ് പിന്നീട് അധികം ആ ഭാഗത്തേക്ക് പോവാത്തതും മറ്റൊരു കാരണം. എനിവേസ്, കയ്യാങ്കളിയിലൂടെ അല്ലാതെ, അതായത് സ്റ്റണ്ട് സീനുകളിലൂടെ അല്ലാതെ നമുക്ക് ആവശ്യത്തിന് മാസും എലവേഷനും ഒക്കെ തന്ന ക്ലൈമാക്സിൽ ഒരു കിടിലൻ ട്വിസ്റ്റുള്ള, കിടിലൻ എന്ന് പറയുമ്പോൾ നായകൻ തന്നെയാവും അത് ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഊഹിക്കാം. പക്ഷെ അത് അയാൾ എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായിരുന്നു അവിടുത്തെ ട്വിസ്റ്റ്. അപ്പൊ ഇതൊക്കെയുള്ള ഒരു വമ്പൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയ ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്റർടൈനർ അതായിരുന്നു 2017-ൽ പുറത്തിറങ്ങിയ രാമലീല.